പിന്നെ ഇത് ഭയങ്കര ഒഫീഷ്യലാക്കി. ഞാൻ ഒന്നാമത് എനിക്ക് സോറി, ഇത് ഞങ്ങളെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് ഈ ഒഫീഷ്യൽ പരിപാടിയൊന്നും അത്ര വലിയ പരിചയമില്ല. എനിവേ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഓൾറെഡി എത്തിയതാണ്. അപ്പോൾ നിങ്ങളോട് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇവിടെ എത്തിയതിന് നന്ദി ആദ്യം ഒന്ന് പറയുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മഞ്ജു ആങ്കർ ചെയ്യണമെന്ന്. ജീവിതത്തിൽ വലിയ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എനിക്ക് 53 വയസ്സായി. പക്ഷെ ഇത്രയും കാലത്തോളം അതൊരിക്കലും സാധിച്ചില്ല. പക്ഷേ അവസാനം ഞാൻ തീരുമാനിച്ചു മഞ്ജുവിന് ആങ്കർ ചെയ്യാനായിട്ടൊരു പരിപാടി നടത്തിയേക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി മഞ്ജുവിന് തന്നെ കൊടുക്കുകയാണ് സ്വാഗതം ചെയ്യാനായിട്ടൊരു അവസരം. ഞാൻ ലജു പറയാമെന്നും പറഞ്ഞോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഈ നിമിഷം മാറ്റി കഴിഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷെ എങ്കിലും ഞാൻ ഞങ്ങളുടെ രണ്ടാമത്തെ മോളായ എലീനയുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങളെല്ലാവരും വന്നതിൽ നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് മെയിൻ ആളായ എലീനയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എലീന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവളോട് ചോദിച്ചു, എടി ആൻ്റെ പരിപാടി നമ്മളിങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പം അത് അപ്പം അവൾക്ക് വല്ല വിഷമം ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അന്ന് കോവിഡായിരുന്നു, അന്ന് കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ കോവിഡൊന്നും ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട് എന്ന് പറയായിരുന്നു. ഇനി വേറെ പുതിയ മാരികളൊക്കെ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്, 4 വേറെ ഉണ്ട്. അപ്പം എലീനയെ ഹാർദവമായിട്ട് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അടുത്ത കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കസിൻസ്, പിന്നെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് പുതിയ ആൾക്കാർ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. അപ്പം എലീനയുടെ കൈ കൊടുക്കുവാണ്. എലീനയ്ക്ക് വേണമെങ്കിൽ അവരെ ക്ഷണിക്കാം. ആരെയാണ് വിളിക്കുന്നത്? First, can we have Bijama and Bablu uncle onto the stage, please? ബിജിയും ബബ്ലുവും എൻ്റെ ചേച്ചിയാണ് ബിജി. അവർ പ്രസ്റ്ററിലാണ്. അവർക്ക് 3 പിള്ളേർ. അവരെ രണ്ടുപേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബിജി ആൻഡ് ബബ്ലു. ചുക്കു, കമോൺ. ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരേ ഒരു മകനാണ്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരാളൂടെ ഉണ്ട്, പുള്ളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു, വരും ഉടനെ. അപ്പോൾ ഇത് ചിക്കു സുനില, അവർ കൊവൻട്രിയിലാണ്. 2 ബോയ്സ് ഇരട്ടപ്പിള്ളേരാണ്.
പ്ലീസ് കം. Next, can we have Bex Sandy onto the stage, please? Betsy, where are you? Oh, come on. മോനുണ്ട് നിഖില്, നിഖിത, ശ്രീനി അവളുടെ ഹസ്ബൻഡ്, അവർ വന്നിട്ടില്ല. അവർ രണ്ടുപേരും. Unicheta, can you come up on the stage, please? Oh, Unicheta, Baba. ഉണ്ണി ഇത് മഞ്ജുവിൻ്റെ ചേച്ചിയുടെ മോനാണ്. ഇവരിവിടെ എഡിംബറ യൂണിവേഴ്സിറ്റി അല്ലേ ഓക്കെ, അവിടെ പഠിക്കാൻ വന്നതാണ്. ഉഴപ്പമായിട്ട് കറങ്ങി നടക്കുകയാണ്. ബേബനെ അറിയാമല്ലോ, ബിജിയുടെ മോളാണ് ബേബ. ഓക്കെ മോള്. ഓക്കെ, ചിന്നമാണ്ടി സ്റ്റേജിലോട്ട് വരുമോ? ചിന്നമാൻറ്റി എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ ഭാര്യയാണ്, അമ്മായിയാണ്. ഇപ്പോൾ ഇവിടെ മക്കളുണ്ട്, മക്കളെടുക്കലായിട്ട് വന്നതാണ്. ഇനി ചിന്നമാൻറ്റിയുടെ 2 മക്കൾ ഇവിടെയുണ്ട്, സുനീഷ് ആൻഡ് സുനിൽ. അവരിവിടെ സ്റ്റേജിലേക്ക് കയറി വരുമോ? ഇനി എൻ്റെ ഒരു മമ്മിയുടെ ഇളയ ആങ്ങളയുടെ മോൾ ഇവിടെയുണ്ട്, സുനേന അഞ്ജറി. Can you come to the stage, please? मुझको को थोड़ा राउंड घुमा के, मुझको को थोड़ा राउंड घुमा के, मुझको को थोड़ा राउंड घुमा के. ഇത് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത റിലേറ്റീവ്സ് ആണ് ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം. ഞങ്ങളുടെ കസിൻസ്, സിസ്റ്റേഴ്സ്, അങ്ങനെ ഉള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ അടുത്ത സുഹൃത്തുക്കൾ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു 1500 മൈല് താണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു ജയ്സൺ രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഞാൻ അവനെ ഇടിപ്പിച്ചു തരും കേട്ടോ. അത് മതി. അതുപോലെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. സജി ചെസ്ട്രീത് വന്ന, സജി ഷെഫീൽഡ് വന്ന എല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാവരും ഒരു താങ്ക് യു, വെൽക്കം. അടുത്ത നമ്മൾ സത്യ, നമ്മൾ അടുത്ത തന്നെ പരിപാടി എന്നാ? ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് പൊറിച്ചോട്ടെ. ഓക്കെ, എന്നാൽ ഒന്ന് ഒരു പാട്ടമൊക്കെ വെച്ചു. അതിന് മുമ്പ് ഒരു പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചെയ്യാനാണ്. ഞങ്ങൾക്കൊരു നല്ലൊരു ഗായകനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. ഒത്തിരി ഗായകന്മാരുണ്ട്. സുനിലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഒരു പ്രാർത്ഥന.
ദൈവമാകമാണു ദൈവം. ഹലോ ഓക്കെ. അടുത്തതായിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പം എലീന Happy birthday to